ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ക്ലാസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദി എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ Gplates. Gplates എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് Gplatesൻ്റെ വേറൊരു മെത്തേഡ് അല്ലെങ്കിൽ വേറൊരു ടെക്നിക്കാണ്. ലെറ്റ്സ് ഫൈൻഡ് വോൾക്കാനോസ്. അഗ്നിപർവ്വതങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് വോൾക്കാനോസ്. അഗ്നിപർവ്വതങ്ങൾ കണ്ടെത്താം എന്നുള്ള ആക്ടിവിറ്റി. ഓക്കെ, യുവർ പേജ് നമ്പർ, ടേക്ക് യുവർ പേജ് നമ്പർ 60. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, Gplates. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, Gplates എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? Gplates തുറക്കാം. അപ്പോൾ ഇത് ഒരു വിൻഡോ, ഇതേപോലുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ടെക്സ്റ്റിൽ പറയുന്ന പോലെ ലെറ്റ്സ് ഫൈൻഡ് വോൾക്കാനോസ്. യു നോ ദാറ്റ് ദ ബൗണ്ടറീസ് ഓഫ് ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ആക്റ്റീവ് വിത്ത് വോൾക്കാനോസ്. യു ക്യാൻ വ്യൂ വോൾക്കാനിക് ഏരിയാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് Gplates. ഫലകാതിരുകൾ അഗ്നിപർവ്വതങ്ങളാൽ സജീവമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഗ്നിപർവ്വത പ്രദേശങ്ങളെ Gplates സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? volcanoes.gpml ഫയൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അത് എന്താണ്? ഫയലിൽ ഓപ്പൺ ഫീച്ചർ കളക്ഷൻ എന്നുള്ള രീതിയാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, Gplatesൽ ഫയൽ, ക്ലിക്ക് ഓൺ ഫയൽ, then click on open feature collection. okay, file open feature collection. അതിലെന്ത് ചെയ്യുക? volcanoes.gpml എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യണം. ഹോം ഫോൾഡറിൽ Gplates എന്നുള്ള ഫോൾഡറിനുള്ളിൽ. ഓക്കെ, ക്രിയേറ്റിംഗ് ഫീച്ചേഴ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് volcanoes.gpml. ഓക്കെ, അതാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാം. വോൾക്കാനോസ് എന്നിട്ടൊരു ലെയർ വന്നിട്ടുണ്ട്. ഇവിടെ യെല്ലോ ഷെയ്ഡിൽ എന്താണ്? കുറച്ച് ഷേപ്സും വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദ സ്മോൾ യെല്ലോ സ്ക്വയേഴ്സ് ദാറ്റ് ആർ സീൻ ഇൻ ദാറ്റ് ഗ്ലോബ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വോൾക്കാനോസ്. ഓക്കെ, ആ സ്മോൾ യെല്ലോ കളറിലുള്ള പ്രത്യക്ഷപ്പെട്ട ചെറിയ ചതുരങ്ങളാണ് അഗ്നിപർവ്വതങ്ങളെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് എന്ത് ചെയ്യണം? ടു ഷോ ദ ബൗണ്ടറി ഓഫ് പ്ലേറ്റ്സ് ഇൻ ദ ഗ്ലോബ് ഇൻക്ലൂഡ് ദ ഫീച്ചർ കളക്ഷൻ. അവിടെ ഒരു ഫീച്ചർ കളക്ഷൻ്റെ പേര് പറയുന്നുണ്ട് അല്ലേ? ഇവിടെ ഒരു ഫീച്ചർ കളക്ഷൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. set_etal_ESR 2012 അല്ലേ? ആ ഫീച്ചർ കളക്ഷൻ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്യുക. ഓക്കെ, നേരത്തെ ഫോൾഡറിൽ തന്നെയാണുള്ളത്. ഓക്കെ, ഫയൽ, ഓപ്പൺ ഫീച്ചർ കളക്ഷൻ. ഇവിടെ ഉണ്ട് ഒരു polygon.gpml_z എന്ന് പറഞ്ഞൊരു ഫയൽ. അത് ഇതേപോലെ തന്നെ ഫയലിൽ ഓപ്പൺ ഫീച്ചർ കളക്ഷൻ, ദെൻ ഗോ ടു യുവർ ഹോം ഫോൾഡർ, ദെൻ Gplates പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ടു ഷോ ദ ബൗണ്ടറി ഓഫ് പ്ലേറ്റ്സ് ഇൻ ദ ഗ്ലോബ് അല്ലേ? ഗ്ലോബിൽ ഫലകാതിരുകൾ ദൃശ്യമാകുന്നതിനായി നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. നേരത്തെ സ്മോൾ സ്ക്വയേഴ്സ്, യെല്ലോ സ്ക്വയേഴ്സ് മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോൾ കുറച്ച് ബൗണ്ടറീസും കൂടി ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. അഗ്നിപർവ്വതങ്ങൾ, അതേപോലെ ഈ ബൗണ്ടറീസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ വ്യൂ ചെയ്യണം. ഓക്കെ, അതിനായിട്ട് എന്ത് ചെയ്യണം? സെലക്ട് ദ ടൂൾ ഇൻ ദ ഓർഡർ ഫീച്ചർ ഇൻസ്പെക്ഷൻ. ഫീച്ചർ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ടൂൾ ബാറിലുണ്ട്. ഓക്കെ, ഈ ഗ്രീൻ കളറിലുള്ള ഈ ടൂള്. ഓക്കെ, ഇതാണെന്ത്? ഫീച്ചർ ഇൻസ്പെക്ഷൻ. ആ ഫീച്ചർ ഇൻസ്പെക്ഷൻ എന്നുള്ള ടൂള് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വേറൊരു ടൂൾ ഉണ്ട്, ചൂസ് ഫീച്ചർ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം, ചൂസ് ഫീച്ചർ. ഓക്കെ, എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും, ഇപ്പോൾ സ്മോൾ സ്ക്വയേഴ്സ് ആണ് വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളെ സൂചിപ്പിക്കുന്നത്.
ആ സ്മോൾ സ്ക്വയേഴ്സിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് വരും? റൈറ്റ് സൈഡിൽ അതിന് ഡീറ്റെയിൽസ് വരും. കറൻറ്റ് ഫീച്ചർ എന്നുള്ളിടത്ത് അതിൻ്റെ ഡീറ്റെയിൽസ്, അവയുടെ വിശദാംശങ്ങൾ കറൻറ്റ് ഫീച്ചർ എന്ന ഭാഗത്ത് ഉണ്ടാവും. അത് പർവ്വതങ്ങൾ മാത്രമല്ല, ഈ ബൗണ്ടറീസിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഗ്രീൻലാൻഡ്, നെയിം ഗ്രീൻലാൻഡ്, പ്ലേറ്റ് ID എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇപ്പോൾ എവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വിശദാംശങ്ങൾ കറൻറ്റ് ഫീച്ചർ എന്നുള്ള ആ സെക്ഷനിൽ കാണും. ഓക്കെ, ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ കുറച്ചും കൂടി മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഫീച്ചർ ഇൻസ്പെക്ഷൻ. ഓക്കെ, എന്താണ്? ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ്. ഓക്കെ, ടു ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് വി ആർ യൂസിങ് ഫീച്ചർ ഇൻസ്പെക്ഷൻ. ചൂസ് ഫീച്ചർ ഇൻ ദ ടൂൾ പാലറ്റ്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ വോൾക്കാനോസിൻ്റെ അല്ലെങ്കിൽ ബൗണ്ടറീസിൻ്റെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാനാണ് ഫീച്ചർ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഫീച്ചർ ഇൻസ്പെക്ഷൻ ചൂസ് ഫീച്ചർ എന്നുള്ള ആ ഒരു വേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഈസ് എക്സ്പോർട്ടിങ് Gplates പ്രൊജക്റ്റ്. ഒരു Gplates പ്രൊജക്റ്റ് എങ്ങനെ നമുക്കൊരു ഇമേജ് അല്ലെങ്കിൽ ചിത്രരൂപത്തിൽ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, അല്ലേ? നമ്മൾ ഈ ലിബ്രിയോഫീസ് റൈറ്ററിലൊക്കെ പഠിച്ചു PDF ആയിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, പിന്നെ PNG ഫയലായിട്ട് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം ജിംബിലൊക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ Gplates പ്രൊജക്റ്റിൽ എങ്ങനെയാണ് ഒരു SVG ഫയലായിട്ട് നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ റീകൺസ്ട്രക്ഷൻ എന്നുള്ളൊരു മെനു ഉണ്ട്. ഓക്കെ, റീകൺസ്ട്രക്ഷൻ മെനു. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓൺ റീകൺസ്ട്രക്ഷൻ മെനു. ഓക്കെ, just click on reconstruction menu, then click export option. Reconstruction menu, export option. ഓക്കെ, ആ എക്സ്പോർട്ട് ഓപ്ഷനിൽ എക്സ്പോർട്ട് ടൈം രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ടൈം സീക്വൻസ് ഓഫ് സ്നാപ്ഷോട്ട്, എക്സ്പോർട്ട് സിംഗിൾ സ്നാപ്ഷോട്ട് ഇൻസ്റ്റൻറ്റ്. ഓക്കെ, നമുക്കിവിടെ സിംഗിൾ സ്നാപ്ഷോട്ട് ഇൻസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആഡ് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആഡ് എക്സ്പോർട്ട്, ജസ്റ്റ് ക്ലിക്ക് ഓൺ ആഡ് എക്സ്പോർട്ട്. ഓക്കെ, ഇവിടെ ചൂസ് ഡാറ്റ ടൈപ്പ് ടു എക്സ്പോർട്ട് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ പ്രൊജക്റ്റഡ് ജോമെട്രീസ് ബ്രാക്കറ്റിൽ ആൻഡ് ഇൻ ബ്രാക്കറ്റ്സ് ആൻഡ് റാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പ്രൊജക്റ്റഡ് ജോമെട്രീസ് ആൻഡ് റാസ്റ്റേഴ്സ് ഇൻ ബ്രാക്കറ്റ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ചൂസ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റ്. ഇവിടെ SVG എന്ന് ഓൾറെഡി ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഇമേജ് റെസൊല്യൂഷൻ. അതൊക്കെ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ഇവിടെ സ്പെസിഫൈ ഔട്ട്പുട്ട് ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് വോൾക്കാനോസ് എന്നുള്ള രീതിയിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, വോൾക്കാനോസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. അടുത്തത് ടാർഗറ്റ് ഡയറക്ടറിയാണ്. ഓക്കെ, ഇതിപ്പം ഡോക്യുമെൻറ്റ്സിലാണ് സേവ് ചെയ്യുന്നത്. ഓക്കെ, ഡോക്യുമെൻറ്റ്സിലാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് തന്നെ സേവ് ചെയ്യാം. ഓക്കെ, അതല്ല നമുക്ക് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ എന്ത് ചെയ്യാം, ഡെസ്ക്ടോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അറ്റ് ലാസ്റ്റ് എക്സ്പോർട്ട് സ്നാപ്ഷോട്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് സ്നാപ്ഷോട്ട്. അപ്പോൾ 0% നിന്ന് എക്സ്പോർട്ട് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് 100% വരും. അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വോൾക്കാനോസ് എന്ന് പറഞ്ഞിട്ട് ഒരു SVG ഫയൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഗ്ലോബിൻ്റെ പിക്ചർ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എക്സ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് Gplates പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആദ്യത്തെ സോഫ്റ്റ്വെയറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ലാബിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 100% മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി ലെറ്റ്സ് ഇവാലുവേറ്റ് എന്നുള്ള പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഇവാലുവേറ്റ് എന്നുള്ള സെക്ഷനിൽ വാട്ട് ഇസ് ദ യുണീക്ക് ഫയൽ ഫോർമാറ്റ് ടു സേവ് എ പ്രൊജക്ട് ഇൻ Gplates സോഫ്റ്റ്വെയർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഇസ് ദ യുണീക്ക് ഫയൽ ഫോർമാറ്റ് ടു സേവ് എ പ്രൊജക്ട് ഇൻ Gplates സോഫ്റ്റ്വെയർ. ഓക്കെ,
Gplate സോഫ്റ്റ്വെയറിൽ ഒരു പ്രൊജക്റ്റ് സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ തനത് ഫയൽ ഫോർമാറ്റ്, യുണീക്ക് ഫയൽ ഫോർമാറ്റ് ഏതാണ്? അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ആൻസർ ഏതാണ്? PNG അല്ല, SVG അല്ല, GPML അല്ല. ഓക്കെ, അതിൻ്റെ ആൻസർ Gproc അല്ലെങ്കിൽ GPROJ, Gproc എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, Gplatesൻ്റെ പ്രൊജക്റ്റിൻ്റെ യുണീക്ക് ഫയൽ ഫോർമാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ, അത് നമുക്ക് ലാബിൽ നിന്ന് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ജിയോജിബ്ര. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിലൊക്കെ. ജിയോജിബ്രയാണ് നമുക്ക് അടുത്ത സെക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഇന്നത്തെ നമുക്ക് സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, സ്റ്റഡി വെൽ. ഓക്കെ, if you have any doubts, you just call me. Okay, goodbye.